നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്സവത്തിനിടയിൽ ആനയിടഞ്ഞ് ഒരാന മറ്റൊരാനയെ കുത്തി തിക്കിലും തിരക്കിലും അകപ്പെട്ട് 2 പേരുടെ ജീവൻ നഷ്ടമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഉത്സവത്തിനിടയിലാണ് ആനയിടഞ്ഞതും 2 പേരുടെ ജീവൻ നഷ്ടമായ സംഭവമുണ്ടായതും. നിരവധി പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി മലർത്തുകയും തുടർന്ന് 2 ആനകളും പരസ്പരം വിരണ്ടോടുകയുമായിരുന്നു. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി എന്നിവരാണ് തിക്കിലും തിരക്കിലും അകപ്പെട്ട് മരിച്ചത്. പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞോടിയത്. പിന്നീട് ആനകളെ തളയ്ക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. 30-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും നിരവധി ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഒട്ടുമിക്ക ആളുകളെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എഴുന്നള്ളിപ്പ് ആരംഭിക്കാനിരിക്കെ കരിമരുന്ന് പ്രയോഗം നടത്തിയപ്പോഴായിരുന്നു ഒരാനയ്ക്ക് പരിഭ്രാന്തി ഉണ്ടായതും തൊട്ടടുത്തുണ്ടായിരുന്ന 2ാമത്തെ ആനയെ കുത്തി ഓടിയതും. ഇതോടെ 2 ആനകളും പരിഭ്രമിച്ചോടി. ആനകൾ വരുന്നത് കണ്ട് നിരവധി ആളുകൾ ചിന്നിച്ചിതറി ഓടുന്നതിനിടയിൽ രക്ഷപ്പെടുന്നതിനിടയിലാണ് പലർക്കും പരിക്ക് സംഭവിച്ചത്. പരിക്ക് സംഭവിച്ചതിൽ ഏറ്റവും അധികം സ്ത്രീകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിൻ്റെ അവസാന ദിവസം കൂടിയായിരുന്നു. ശീവേലി തൊഴുതു നിന്നവർക്കാണ് സാരമായ പരിക്ക് സംഭവിച്ചത്. ഉത്സവത്തിൻ്റെ അവസാന ദിനമായ ഇന്നുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ ഉത്സവ പറമ്പിലേക്കും മറ്റുമായി എത്തിയിരുന്നു. ശിവേലി ദിനം കാണാനായി എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വലുതായത്. ആന ഇടഞ്ഞതോടെ ആളുകൾ ഓടി രക്ഷപ്പെട്ടു. തമ്മിൽ തട്ടി വീഴുകയും നിരവധി ആളുകൾ തറയിൽ വീഴുകയും ഒക്കെ തന്നെ ചെയ്തു. ഒട്ടനവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. 2 ആനകളും വിരണ്ടോടിയതോടെ ജീവൻ ഭയന്നുകൊണ്ട് ആളുകൾ ചിതറി ഓടുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്ക് സംഭവിച്ച 5 പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ക്ഷേത്ര പരിസരത്തെ ദേവസ്വം ബോർഡ് ഓഫീസും ആന തകർത്തിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 7 പേരും മറ്റുള്ളവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലുമൊക്കെ പ്രവേശിപ്പിച്ചു. വെടിക്കെട്ടിൻ്റെ ശബ്ദം തന്നെയാണ് ആനയെ പ്രകോപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമിക വിവരവും.